ട്രംപിൻ്റെ ചെവിയിൽ വെടിയേറ്റു. ആ വെടിയേറ്റത് വെടിവെച്ചവൻ പറയുന്നത് തൻ്റെ കഞ്ഞിയോട്ട് ആദ്യമായി തൻ്റെ നേതാവായ ട്രംപിന് ചെയ്തതാണെന്നാണ് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ്. ഈ വിദ്വേഷവും വെറുപ്പുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയാൽ വേറൊരു ജാതിക്കാരനെ കൊന്നു ഉന്മൂലനം ചെയ്ത് ഇല്ലാതാക്കുന്നത് മാത്രമല്ല സംഭവിക്കുക, നമ്മുടെയൊക്കെ നെഞ്ചത്ത് വെടികേറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. സത്യത്തിൽ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഭയങ്കര കോമഡിയാണ്. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. 2 പേരാണ് മത്സരിക്കുന്നത്. ഒന്ന് നമ്മുടെ ട്രംപ് മച്ചമ്പിയുടെ ട്രാക്ക് റെക്കോർഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിടുവായന്മാരിൽ ഒരാളാണ് മച്ചമ്പി. മറ്റൊന്ന് ജോ ബൈഡൻ അപ്പൂപ്പനാണ്. പൊട്ടോ പൊടിയോ എന്ന് തിരിച്ചറിയാനാവാതെ പൊട്ടെടുത്ത് പൊടിയായി കളയുകയും പൊടിയെടുത്ത് പൊട്ടായി കുത്തുകയും ചെയ്യുന്ന മറ്റൊരാൾ. സംഗതി ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആധുനിക അമേരിക്കയുടെ നേതാവാകാൻ വിധിക്കപ്പെട്ട അവിടുത്തെ ജനങ്ങൾ ഇതിൽ 2 പേരിൽ ഒരാൾക്ക് വേണം വോട്ട് ചെയ്യേണ്ടത്. വല്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മച്ചമ്പിയുടെ ചെവിയിൽ വെടിയേറ്റ വാർത്ത വന്നത്. പെൻസിൽവാനിയയിലാണ്. ഈ വാർത്ത വന്നപ്പോഴേ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ ആളി കത്തുന്ന ഒരു ചിന്ത മനസ്സിൽ വരുന്നത് ഇത് ചെയ്തത് ഏതെങ്കിലും മറ്റേ പേരുകാരനാണോ എന്നാണ്. കാരണം മറ്റേ പേരുകാരനാണെങ്കിൽ ബിരിയാണി വെക്കാൻ ചെമ്പൊക്കെ ആയിട്ട് ധാരാളം പേര് ഇങ്ങനെ നിൽക്കുകയാണ്. കാസൊക്കെ വിറകൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് ഭയങ്കരമായി ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. ആരിഫ് ഹുസൈൻ ആകട്ടെ എല്ലാം റെഡിയാക്കി വെച്ച് വെള്ളം തിളപ്പിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് സംഗതി റെഡിയാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആകുമെന്നാണ് വിചാരിച്ചത്. മച്ചമ്പി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കേ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. പെട്ടെന്ന് മച്ചമ്പി ചെവി പിടിക്കുന്നു. അപ്പോഴത്തേക്ക് മച്ചമ്പി താഴോട്ട് കുനിഞ്ഞിരിക്കുന്നു. ഇത് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലെത്തിയാൽ പ്രത്യേകിച്ച് അങ്ങനെ ധീരതയും മറ്റൊന്നുമില്ല. അവിടെയാണ് നമ്മൾ ഈ സൈനികരെയൊക്കെ സല്യൂട്ട് ചെയ്യേണ്ടത്. അവരിത് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോരാടാൻ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇത് അമേരിക്കയുടെ എല്ലാവരെയും രക്ഷിക്കുന്ന പ്രസിഡന്റ് കുനിഞ്ഞ് ഡെസ്കിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയി. ആ പ്രസിഡന്റിനെ വെടിവെച്ചത് ആരായിരിക്കുമെന്ന് കൗതുകപൂർവ്വം കാത്തിരിക്കുമ്പോഴാണ് ആ വെടിയുണ്ട അയച്ചിരിക്കുന്ന ആളിൻ്റെ പേര് തോമസ് ക്രൂക്സ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. തോമസ് മാത്യു ക്രൂക്സ്. പടച്ചതമ്പുരാനെ, ഇത് വേറെന്തെങ്കിലും പേരായിരുന്നെങ്കിൽ വല്ലാത്തൊരിടങ്ങേറിലായി പോയനെ. അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതെൻ്റെ കഞ്ഞി വോട്ടാണെന്നാണ് പറഞ്ഞത്. അതായത് മച്ചമ്പിക്ക് കൊടുത്ത ആദ്യത്തെ വോട്ടാണ് ഈ പറഞ്ഞ ചെവിയിൽ കൊണ്ടത്. അത് നേരെയാ കൊണ്ടിരുന്നതെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഇപ്പം ചെവിയുടെ അറ്റം മാത്രമേ മച്ചമ്പിയുടെ പോയുള്ളൂ. ഏതായാലും അങ്ങനെ ആയി തീർന്നതുകൊണ്ട് ഈ വെടിവെച്ചതിനേക്കാൾ വലിയൊരു ദുരന്തമായി മാറാവുന്ന ഒരു സംഭവം ഇല്ലാതായി. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ നടന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ സൃഷ്ടിക്കുന്നത് വേറെ ആരെയും കൊല്ലുകയൊന്നുമല്ല, സമൂഹത്തിൽ അരാജകത്വമാണ് സൃഷ്ടിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ മനസ്സിൽ തോന്നിയൊരു ഉത്കണ്ഠ അതും കൂടി പറഞ്ഞേക്കാം. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയെ സംബന്ധിച്ചാണ്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം അങ്ങ് നിർഭയനായി ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് അസ്വസ്ഥപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളത് ആ പാർട്ടിയെങ്കിലും തിരിച്ചറിയേണ്ടതാണ്. അദ്ദേഹത്തിന് വേണ്ട സുരക്ഷിതത്വം അതിൻ്റെ ഗൗരവത്തിൽ നൽകേണ്ടതാണ്.